സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കുറ്റ്യാനിക്കൽ. ഒരു വിത്ത് നിലത്ത് വീണഴിയുമ്പോഴാണ് അതിൽ നിന്നും പുതിയ ജീവൻ തളിരിടുക. ഒന്നിന് ജന്മം നൽകുവാൻ ഹേതുവാകുന്നത് അലിഞ്ഞില്ലാതാകണം. അത് പ്രകൃതി നിയമമാണ്. കുഞ്ഞിന് ജന്മം നൽകുവാൻ അമ്മ വലിയ സഹനത്തിലൂടെ കടന്നുപോകണം. സൗഭാഗ്യകരമായ കുടുംബജീവിതത്തിലെ അനിവാര്യ ഘടകമായ കുഞ്ഞിന്റെ സാന്നിധ്യം ആ സഹനത്തിന്റെ ഓർമ്മകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. സഹനമില്ലാത്ത ജീവിതത്തിന് സൗന്ദര്യമുണ്ടാകില്ല. പ്രഹരത്തിന്റെ ഹരിതച്ചൂടിലും സഹനത്തിന്റെ കാറ്റിലുമേ ജീവിതസൂനം വിടരൂ. ജീവിതത്തിന്റെ തിക്താനുഭവത്തോടുള്ള മനുഷ്യന്റെ പ്രതികരണമനുസരിച്ചായിരിക്കും അവന്റെ ജീവിതം സൗഭാഗ്യപ്രദമാവുക. ക്രിയാത്മകവും നിഷേധാത്മകവുമായ പ്രതികരണങ്ങളാൽ ജീവിതത്തെ തളച്ചിടാം. ദുരിതാനുഭവങ്ങളിൽ പോലും ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ക്രിയാത്മക പ്രതികരണമായി. സഹന കാരണത്തെ പഴിക്കാതെ യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കുവാൻ സാധിക്കുന്നവരാണ് ധീരതയുള്ള മനുഷ്യൻ. ആത്മാവും മനസ്സും ശരീരവുമുള്ള മനുഷ്യനെ 3 കാലുള്ള പീഠത്തോട് മനഃശാസ്ത്രജ്ഞന്മാർ ഉപമിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു കാലിന് ഇളക്കം തട്ടിയാൽ പീഠത്തിനും ഇളക്കമുണ്ടാവും. അതുപോലെ ആത്മ ശരീര മനസ്സിന്റെ അപക്വതയും താളപ്പിഴയും മനുഷ്യനെ രോഗരൂപത്തിൽ അലട്ടാം. നമ്മുടെ വികാരവും ചിന്തയും ശരീരത്തെ സ്വാധീനിച്ച് വ്യതിയാനമുണ്ടാക്കുന്നു. ഉദാഹരണത്തിന് ആകുലത, കുറ്റബോധം, അമർഷം എന്നീ നിഷേധാത്മക വികാരങ്ങൾ ഒരുവനെ നാശത്തിലേക്ക് നയിക്കാം. പ്രത്യാശ, ഉറപ്പ്, ആനന്ദം എന്നീ ക്രിയാത്മക വികാരങ്ങൾ വളർച്ചയിലേക്കും. അബോധ മനസ്സിൽ അടിച്ചമർത്തി വച്ചിരിക്കുന്ന വികാര വിചാരങ്ങളാണ് രോഗലക്ഷണമോ രോഗങ്ങളോ ആയി പുറത്തുവരുന്നതെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഈ 3 തലങ്ങളിലും സൗഖ്യമുണ്ടാകുമ്പോഴാണ് അവന്റെ വ്യക്തിത്വത്തിന് പൂർണ്ണത കൈവരിക. അവന്റെ ജീവിത വ്യാപാരങ്ങളിലെല്ലാം ഈ പൂർണ്ണത പ്രകടമാകും. ആത്മശുദ്ധി, മനഃശുദ്ധി, ശരീരശുദ്ധി എന്നിങ്ങനെ 3 തലത്തിലുള്ള ശുദ്ധി നാം കൈവരിക്കേണ്ടിയിരിക്കുന്നു. ആത്മാവിന്റെ വിശുദ്ധിയുടെ തിളക്കം മനസ്സിലേക്കും അവിടെ നിന്ന് ശരീരത്തിലേക്കും വ്യാപിക്കുമ്പോൾ അവനിൽ നന്മയുടെ നിറവുണ്ടാകും. അങ്ങനെയുള്ളവരെ നല്ല മനുഷ്യൻ, നന്മ നിറഞ്ഞവൻ എന്ന് നാം വിളിക്കും. നല്ല വൃക്ഷത്തിൽ നിന്നാണല്ലോ നല്ല ഫലങ്ങളുണ്ടാവുക. നമ്മുടെ സംസാരം നമ്മുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നു. ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ വിശുദ്ധിയുടെ പരിമളം പടരുമെങ്കിൽ അവന്റെ ജീവിതം ശ്രേഷ്ഠമാണ്. അപരനിലേക്ക് നന്മയുടെ നിലാവായി പരന്നൊഴുകുവാൻ അവന് സാധിക്കും. അനേകർക്ക് അവന്റെ ജീവിതം സ്നേഹത്തിന്റെ തലോടലായി അനുഭവപ്പെടും. നമ്മുടെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ശാരീരികം, മാനസികം, സാമൂഹികം എന്നീ ത്രിമാനതലത്തിന്റെ സ്വാധീനത്തിന് വിധേയരായ മനുഷ്യൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിത വ്യാപാരത്തിൽ പൊരുത്തപ്പെടാൻ പാടുപെടുന്നു. ഈ സമരസപ്പെടലിൽ വിജയം കണ്ടെത്താനും ജീവിതം സമ്പന്നമാക്കാനും എല്ലാവർക്കും കഴിയുന്നില്ല. വ്യക്തിയുടെ പാരമ്പര്യവും ജീവിത സാഹചര്യവും ശിക്ഷണ തകരാറുകളുമൊക്കെയാണ് ഇതിന് കാരണമായി മനഃശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. മനുഷ്യജന്മം ശ്രേഷ്ഠമാകുന്നത് നന്മയുടെ പങ്കുവയ്ക്കലിലൂടെയാണ്. നമ്മുടെ ഉള്ളിൽ നന്മയുടെ തിരുനാളം തെളിയിക്കാനും അപരനിലെ തിന്മയുടെ ഇരുളിനെ നീക്കം ചെയ്യാനും നമുക്ക് കഴിയണമെങ്കിൽ സദാസമയവും ഉണർവിന്റെ ഒരു ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു. അതിന് കരുത്താർജിച്ചുകൊണ്ട് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് സന്നദ്ധരാകാം. ഇന്നലെ വിരിഞ്ഞ പൂമൊട്ടിനെ ഇന്ന് വിടർന്ന് പരിമളം പരത്തുവാൻ രൂപപ്പെടുത്തുന്നതാര്? ഇന്നലെ ജീവിതം തളർന്നതാണെങ്കിൽ ഇന്നത് പുതുപുത്തനാക്കുവാനും നാളെ ഫലം ചൂടി നിൽക്കുവാനും സാധ്യതമാക്കുന്ന ജഗതീശ്വരന്റെ ഇഷ്ടത്തിനൊത്ത വിധം പ്രപഞ്ചത്തെ ക്രമവൽക്കരിക്കുന്നു. വിരിയുക, കൊഴിയുക, പുതുമുകളും പൊട്ടിവിടരുക. ഇത് ജീവിതത്തിലെ അവസാനിക്കാത്ത പ്രതിഭാസമാണെന്ന് ഓർക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു ജീവിതവും അവരിനു വേണ്ടി അഴിഞ്ഞില്ലാതാകുമ്പോഴാണ് അർത്ഥപൂർണമാകുന്നത്. അതിനായി വ്യയം ചെയ്യാം സന്തോഷത്തോടെ, നിറമനസ്സോടെ.